കേരളത്തിലെ ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭം. ആറ്റിങ്ങൽ കലാപം, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, മലബാർ കലാപം. ഉത്തരം ആറ്റിങ്ങൽ കലാപം. ഡെക്കാമറൺ കഥകൾ രചിച്ചത് പെട്രാർക്ക്, സെർവാന്തെ, ബൊക്കാച്ചിയോ, ഇറാസ്മസ്. ഉത്തരം ബൊക്കാച്ചിയോ. 19-ാം നൂറ്റാണ്ടിൽ ബംഗാളിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപങ്ങളെ അറിയപ്പെടുന്നത് മലബാർ കലാപങ്ങൾ, മാപ്പിള കലാപങ്ങൾ, ഫറാസി കലാപങ്ങൾ, സാന്താൾ കലാപങ്ങൾ. ഉത്തരം ഫറാസി കലാപങ്ങൾ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം കൊല്ലം, തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം. ഉത്തരം കോട്ടയം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ രണ്ടാമൻ, നാനാ സാഹിബ്, ബീഗം ഹസ്രത്ത് മഹൽ, മൗലവി അഹമ്മദല്ലു. ഉത്തരം ബഹദൂർ ഷാ രണ്ടാമൻ. UN സ്ഥിരാംഗങ്ങൾ ചൈന, ഫ്രാൻസ്, റഷ്യ, ബ്രിട്ടൻ. USA, ഇംഗ്ലണ്ട്, ഇന്ത്യ, ജപ്പാൻ. ഉത്തരം USA. നവോത്ഥാന കാലത്തെ ഒരു പ്രധാന സൃഷ്ടിയാണ് ഘട്ടാമെലീത്ത. ഇത് ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശില്പവിദ്യ, വാസ്തുവിദ്യ, ചിത്രകല, സാഹിത്യം. ഉത്തരം ശില്പവിദ്യ. പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ. ഉത്തരം പോർച്ചുഗീസുകാർ. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാരുടെ അധീനതയിലായ നാട്ടുരാജ്യം ഹൈദരാബാദ്, ഝാൻസി, തഞ്ചാവൂർ, ഇൻഡോർ. ഉത്തരം ഝാൻസി. ഗവർണറുടെ ഔദ്യോഗിക വസതിയുടെ പേര് രാഷ്ട്രപതി ഭവൻ, ക്ലിഫ് ഹൗസ്, രാജ്ഭവൻ, വൈറ്റ് ഹൗസ്. ഉത്തരം രാജ്ഭവൻ. ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചത് ഏത് ബ്രിട്ടീഷ് വൈസ്രോയുടെ കാലഘട്ടത്തിലാണ്? കാനിങ് പ്രഭു, മൗണ്ട് ബാറ്റൻ പ്രഭു, കൾസൺ പ്രഭു, ഡൽഹൌസി പ്രഭു. ഉത്തരം ഡൽഹൌസി പ്രഭു. കുറിച്യർ കലാപം ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കർഷകർ, ഗോത്രവർഗക്കാർ, പ്രഭുക്കന്മാർ, കരകൗശല തൊഴിലാളികൾ. ഉത്തരം ഗോത്രവർഗക്കാർ. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് വൈസ്രോയി വെല്ലസ്ലി പ്രഭു, മൗണ്ട് ബാറ്റൻ പ്രഭു, കാനിങ് പ്രഭു, ഡൽഹൌസി പ്രഭു. ഉത്തരം വെല്ലസ്ലി പ്രഭു. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് രാജാറാം മോഹൻ റോയ്, സ്വാമി ദയാനന്ദ സരസ്വതി, സ്വാമി വിവേകാനന്ദൻ, ശ്രീരാമകൃഷ്ണ പരമഹംസർ. ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് സരോജിനി നായിഡു, ആനി ബെസന്റ്, പണ്ഡിറ്റ് രമാബായ്. ഇവരാരുമല്ല. ഉത്തരം പണ്ഡിറ്റ് രമാബായ്. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ തിരുവിതാംകൂർ ദിവാൻ സർ CP രാമസ്വാമി അയ്യർ, ശങ്കരനാരായണൻ തമ്പി, വേലുത്തമ്പി ദളവ. ഇവരാരുമല്ല. ഉത്തരം വേലുത്തമ്പി ദളവ. ആധുനിക ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, കേസരി A ബാലകൃഷ്ണപിള്ള, ആനി ബെസന്റ്, രാജാറാം മോഹൻ റോയ്. ഉത്തരം രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രം കേരള കൗമുദി, മാധ്യമം, ന്യൂ ഇന്ത്യ, സമ്പത്ത് കൗമുദി. ഉത്തരം സമ്പത്ത് കൗമുദി. ഭൂപടങ്ങളെക്കുറിച്ചുള്ള പഠനം കാർട്ടോഗ്രഫി, പെഡോളജി, ജിയോഗ്രഫി, സെലനോളജി. ഉത്തരം കാർട്ടോഗ്രഫി. പ്രകൃതിയുടെ സ്വാഭാവിക ജലസംഭരണ കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്നത് വയലുകൾ, നദികൾ, കുന്നുകൾ, സമതലങ്ങൾ. ഉത്തരം കുന്നുകൾ. സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ ധാതുലവണങ്ങൾ ലഭ്യമാകുന്നത് ജലമണ്ഡലം, ശിലാമണ്ഡലം, അന്തരീക്ഷം, വായുമണ്ഡലം. ഉത്തരം ശിലാമണ്ഡലം. പ്രവാസി ഭാരതീയ ദിനം 1918 ഏപ്രിൽ 19, 1942 ഓഗസ്റ്റ് 9, 1947 ഓഗസ്റ്റ് 15, 1915 ജനുവരി 9.
ഉത്തരം 1915 ജനുവരി 9. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളും പരിപാടികളും. പൊതുവിതരണ സമ്പ്രദായം. ഭക്ഷ്യോൽപാദനം, ഭക്ഷ്യസുരക്ഷ, ഭക്ഷ്യ സ്വയം പര്യാപ്തത ഇവയൊന്നുമല്ല. ഉത്തരം ഭക്ഷ്യസുരക്ഷ. ഭൂപടങ്ങളിൽ ഉപയോഗിക്കുന്ന മഞ്ഞ നിറം ഏത് സവിശേഷതയെ സൂചിപ്പിക്കുന്നു? കൃഷിയിടങ്ങൾ, നൈസർഗിക സസ്യജാലങ്ങൾ, പാർപ്പിടങ്ങൾ, റോഡുകൾ, ജലാശയങ്ങൾ. ഉത്തരം കൃഷിയിടങ്ങൾ. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ഊർജിത് പട്ടേൽ, സുബ്ബറാവു, ശക്തികാന്ത ദാസ് ഇവരാരുമല്ല. ഉത്തരം ശക്തികാന്ത ദാസ്. ഭരണഘടനാ ദിനം 1949 നവംബർ 26, 1950 ജനുവരി 26, 1949 ഡിസംബർ 9, 1947 ഓഗസ്റ്റ് 15. ഉത്തരം 1949 നവംബർ 26. സത്യം ശിവം സുന്ദരം എന്ന സിദ്ധാന്തവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആകാശവാണി, ദൂരദർശൻ, മലയാള മനോരമ, മിൽമ. ഉത്തരം ദൂരദർശൻ. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശരേഖ. ദക്ഷിണായന രേഖ, ഭൂമധ്യരേഖ, ആർട്ടിക് വൃത്തം, ഉത്തരായന രേഖ. ഉത്തരം ഉത്തരായന രേഖ. രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച വിദ്യാകേന്ദ്രമായ ശാന്തിനികേതൻ്റെ ഇപ്പോഴത്തെ പേര്? വിശ്വഭാരതി, നളന്ദ, തക്ഷശില, വിക്രമശില. ഉത്തരം വിശ്വഭാരതി. ഇന്ത്യയിൽ ഏറ്റവും അവസാനമായി രൂപം കൊണ്ട സംസ്ഥാനം? ഉത്തരാഖണ്ഡ്, ഗോവ, ഛത്തീസ്ഗഡ്, തെലങ്കാന. ഉത്തരം തെലങ്കാന. ഭക്ഷ്യസുരക്ഷാ ബില്ല് നിലവിൽ വന്നത് 2012, 2013, 2018, 2015. ഉത്തരം 2013. ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ? ഊർജിത് പട്ടേൽ, TN ശേഷൻ, സുനിൽ അറോറ ഇവരാരുമല്ല. ഉത്തരം സുനിൽ അറോറ. അലിഖിത ഭരണഘടനയുള്ള രാജ്യം? ഇന്ത്യ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ബ്രസീൽ. ഉത്തരം ബ്രിട്ടൻ. സുപ്രീം കോടതിയുടെ ആസ്ഥാനം? മുംബൈ, ചെന്നൈ, കൽക്കത്ത, ന്യൂഡൽഹി. ഉത്തരം ന്യൂഡൽഹി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്? ദീപക് മിശ്ര, KG ബാലകൃഷ്ണൻ, രഞ്ജൻ ഗൊഗോയ്, കാമൽ പാഷെ. ഉത്തരം രഞ്ജൻ ഗൊഗോയ്. Thanks for watching. Please subscribe.